നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ദൈവത്തിന് സ്വർഗത്തിൽ ഒരു കുടുംബമുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. അധികമാരും ശ്രദ്ധിക്കാത്ത ഈയൊരു വിഷയമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആത്മീയ ലോകത്തിന്റെ ഈയൊരു കാഴ്ച ഒരുപക്ഷെ നിങ്ങൾ ബൈബിളിനെ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈയൊരു ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാം മനസ്സിലൊരു ചിത്രമുണ്ട്, അല്ലേ? അതായത് സൃഷ്ടിക്കു മുമ്പ് ആദിയിൽ ദൈവം നിത്യതയിൽ തനിച്ചായിരുന്നു എന്ന്. എന്നാൽ ബൈബിൾ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമാണോ നമുക്ക് നൽകുന്നത്? നമുക്ക് നോക്കാം. ഇതിലേക്കുള്ള ആദ്യത്തൊരു ക്ലൂ നമുക്ക് കിട്ടുന്നത് എഫേസ്യർക്കുള്ള ലേഖനത്തിൽ നിന്നാണ്. പൗലോസ് ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഭൂമിയിൽ മാത്രമല്ല, സ്വർഗ്ഗത്തിലും ഒരു കുടുംബമുണ്ടെന്ന്. ഒരേ പിതാവിൽ നിന്നാണ് ഈ രണ്ട് കുടുംബങ്ങൾക്കും പേര് ലഭിക്കുന്നത്. ഈ ഒരൊറ്റ വാക്യം മാത്രം മതി നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നതിലും വളരെ വലുതും ഒരുപാട് പേരുള്ളതുമായ ഒരു ആത്മീയ യാഥാർത്ഥ്യത്തിലേക്ക് വാതിൽ തുറക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പിന്നോട്ടു പോകാം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിന് മുൻപുള്ള ആ ഒരു സമയത്തേക്ക് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. പ്രപഞ്ചം ഉണ്ടാകുന്ന ആ നിമിഷം, പൂർണ്ണമായ ശൂന്യത. പെട്ടെന്ന് നിശ്ശബ്ദതയെ ഭേദിച്ചൊരു ശബ്ദം, വെളിച്ചമുണ്ടാകട്ടെ. അവിശ്വസനീയമായ ശക്തിയും മഹത്വവുമുള്ള ആ നിമിഷത്തിന് സാക്ഷികളായി ആരെങ്കിലും ഉണ്ടായിരുന്നോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ഇതിന് വ്യക്തമായൊരുത്തരം ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നൊരു ഭാഗമാണിത്. ആ വിവരണത്തിൽ ഒരുമിച്ചു പാടുന്ന പ്രഭാത നക്ഷത്രങ്ങളെക്കുറിച്ചും സന്തോഷത്താൽ ആർത്തുവിളിക്കുന്ന ദൈവപുത്രന്മാരെക്കുറിച്ചും അവൻ പറയുന്നുണ്ട്. അപ്പോ ആരാണ് ഈ ദൈവപുത്രന്മാർ? ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, അത് നമ്മൾ മനുഷ്യരല്ല. കാരണമെന്താ? കാരണം നമ്മളെ അന്ന് ഉണ്ടാക്കിയിട്ടില്ല. ആദാമും ഹവ്വായും അന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ വാക്യം സൂചിപ്പിക്കുന്നത് നമുക്ക് മുൻപേ നിലനിന്നിരുന്ന മനുഷ്യരല്ലാത്ത ദൈവീകരായ ഒരു കൂട്ടം ജീവികളെക്കുറിച്ചാണ്. നമ്മുടെ ലോകമുണ്ടാകുന്നത് നേരിട്ട് കണ്ടുനിന്നവർ. ഇവിടെ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പഴയ നിയമം ദൈവപുത്രന്മാർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സ്വർഗീയ ജീവികളെയാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ അവിടെ ഈ വാക്കുപയോഗിക്കുന്നത് നമ്മരെ, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഉദ്ദേശിച്ചാണ്. ഇതൊരു കുടുംബപരമായ ഭാഷയാണ്, അല്ലേ? ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ആശയത്തിലേക്കാണ്. ദ ഡിവൈൻ കൗൺസിൽ അഥവാ ദൈവിക സഭ. ബൈബിൾ പലപ്പോഴും ദൈവത്തെ ഒരു ഏകാന്ത ഭരണാധികാരിയായിട്ടല്ല, മറിച്ചൊരു വലിയ ദൈവിക സഭയുടെ അധ്യക്ഷനായ ഒരു രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതിനൊരു രാജാവിന്റെ മഹാഭവനം പോലെ നമുക്ക് സങ്കല്പിക്കാം. പണ്ടുകാലത്തുള്ള ആളുകൾക്ക് ഈ ആശയം വളരെ എളുപ്പത്തിൽ മനസ്സിലാവുമായിരുന്നു. കാരണം ഫർവോൺ എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം തന്നെ മഹാഭവനം എന്നായിരുന്നു. അത് സിംഹാസനത്തിലിരിക്കുന്ന ഒരാളെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഴുവൻ ഭരണകൂടത്തെയും കുടുംബത്തെയും ഉപദേശകരെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. ദൈവത്തിന്റെ സ്വർഗീയ കുടുംബത്തെ മനസ്സിലാക്കാൻ ഇതൊരു അടിപൊളി ഉദാഹരണമാണ്. സങ്കീർത്തനം 82-ൽ നമുക്കിതിന്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു ചിത്രം കിട്ടും. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ഭാഷാപരമായ കൺഫ്യൂഷൻ. ദൈവമെന്നും ദേവന്മാർ എന്നും പറയാൻ ഒരേ ഒരു ഹീബ്രു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എലോഹിം. അപ്പോൾ പിന്നെ എന്താ അവിടെ നടക്കുന്നത്? അതിന്റെ ഉത്തരം ആ വാക്കിന്റെ കോണ്ടെക്സ്റ്റിലാണിരിക്കുന്നത്. അതായത് ഏലോഹിം എന്ന ഹീബ്രു പദത്തിന് സന്ദർഭമനുസരിച്ച് രണ്ടർത്ഥം വരാം. ഒന്ന്, ഏകനായ സത്യദൈവം. രണ്ട്, ദേവന്മാർ അഥവാ ദൈവീക ജീവികളുടെ ഒരു കൂട്ടം. ആ വാക്യത്തിന്റെ ഗ്രാമറാണ് ഏതാണ് ശരിയായ അർത്ഥമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇംഗ്ലീഷിലെ ഷീപ്പ് എന്ന വാക്കുപോലെയാണിത്. ഞാൻ വെറുതെ ഷീപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒന്നാണോ അതോ ഒരു കൂട്ടമാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ദ ഷീപ്പ് ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നാണെന്നും ദ ഷീപ്പ് ആർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാണെന്നും മനസ്സിലാവും. കണ്ടോ? അതുപോലെയാണ് ഏലോഹിം എന്ന വാക്കും. സങ്കീർത്തനം 82-ൽ ഏകനായ ദൈവം, ഹീ സ്റ്റാൻഡ്സ്, ബഹുവചനമായ ദേവന്മാരുടെ ഗോഡ്സ് മധ്യത്തിൽ നിൽക്കുന്നു. സിമ്പിൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കേട്ടിട്ട് ബൈബിൾ ബഹുദൈവാരാധനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ലേയല്ല, ഇതൊരു അധികാരത്തിന്റെയും സ്ഥാനത്തിന്റെയും കാര്യമാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, പക്ഷേ അവരിൽ ഒരാൾ മാത്രമാണ് നിങ്ങളുടെ അപ്പൻ, അല്ലേ? അതുപോലെ ആത്മീയ ലോകത്ത് അനേകം എലോഹിമുണ്ട്, പക്ഷേ അവരിൽ ഒരാൾ മാത്രമാണ് സർവശക്തനായ സൃഷ്ടാവായ നമ്മുടെ ദൈവം. ശരി, ഇതൊക്കെ കൊള്ളാം, നല്ല രസമുള്ള തിയോളജിയാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് ഇന്നത്തെ കാലത്ത് എന്തു പ്രയോജനം, അല്ലേ? സത്യം പറഞ്ഞാൽ ഈ സ്വർഗീയ സഭയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. ഒന്നാമതായി, നമുക്ക് ചുറ്റുമുള്ള കാണാത്ത ലോകത്തെക്കുറിച്ചൊരു വ്യക്തത കിട്ടും. പുതിയ നിയമം പറയുന്ന വാഴ്ചകളും അധികാരങ്ങളുമൊക്കെയുള്ളൊരു ലോകം. രണ്ടാമതായി, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല എന്ന് പറയുന്നതിന് ഇത് വലിയൊരു പശ്ചാത്തലം നൽകുന്നു.
എല്ലാത്തിനും മുകളിൽ ഈ മുഴുവൻ ആത്മീയ ഭരണകൂടത്തിന്റെയും തലവനായി നിൽക്കുന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ ഇത് കൂടുതൽ മഹത്വപ്പെടുത്തുന്നു. എഫേസ്യർ 6 ആ ശക്തമായ വാക്യം ഓർമ്മയുണ്ടോ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് തുടങ്ങുന്നത്. ആ വാക്യത്തെ ഈ ദൈവീക സഭ എന്ന ആശയവുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പോരാട്ടങ്ങൾക്ക് പിന്നിൽ ഒരു സംഘടിത ആത്മീയ ശക്തിയുണ്ടെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഒരു കാഴ്ചപ്പാട് ദൈവത്തെ ഒരു തരി പോലും ചെറുതാക്കുന്നില്ല. നേരെ മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ഒരുപാട് വലുതാക്കുകയാണ് ചെയ്യുന്നത്. അവൻ ശൂന്യമായ സ്വർഗ്ഗത്തിലെ ഒരു ഏകാന്ത രാജാവല്ല. അവനൊരു വലിയ പ്രപഞ്ച കുടുംബത്തെ ഭരിക്കുന്ന പരമോന്നതനായ രാജാവാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലുമായി താൻ സൃഷ്ടിച്ച ജീവികളുമായി തന്റെ സ്നേഹവും ഭരണവും പങ്കുവയ്ക്കാൻ എപ്പോഴും ആഗ്രഹിച്ചൊരു പിതാവ്. അതൊരു അതിമഹത്തായ ചിത്രമല്ലേ? അതുകൊണ്ട് ഈയൊരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. ദൈവത്തെ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരാളായി കാണുന്നതിന് പകരം ഒരു വലിയ ദൈവിക സഭയുടെ തലവനായ ഒരു രാജാവായി കാണുന്നത് ബൈബിളിന്റെ മുഴുവൻ കഥയെയും എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.